എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സോ? പാർവതി എപ്പോഴാ വിവാഹം കഴിച്ചത്? ക്യാമ്പിന് കണ്ടപ്പോ മാരീഡ് ആയിരുന്നില്ലല്ലോ. ഇന്നലെ ആയിരുന്നു എന്റെ വിവാഹം. എന്താ പാർവതി, ഇന്നലെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് ഡിവോഴ്സ് വേണോന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുമ്മാ തമാശ വല്ലതും പറയുന്നതാണോ? അതല്ല മാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് ഡിവോഴ്സ് വേണം. ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു തീരുമാനം? ഇന്നലെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഇന്നത്തെ കാലത്ത് നിസ്സാര കാരണങ്ങൾ കൊണ്ടാ പലരും ഡിവോഴ്സിനായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. അതില് പലരെയും ഞാൻ പറഞ്ഞ് പിന്തിരിപ്പിക്കാറാ പതിവ്. എന്നാലും വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ വിവാഹമോചനം ആവശ്യപ്പെട്ട് എന്റെ മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ കേസായത്. അല്ല, ആരുമായിട്ടായിരുന്നു പാർവതിയുടെ വിവാഹം? ഇരിക്കുന്ന ഗിരിയേട്ടൻ തന്നെ എന്നെ വിവാഹം കഴിച്ചത്. അപ്പൊ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമായിട്ടായിരുന്നു വിവാഹം. ബന്ധുക്കളാവുമ്പോ നിങ്ങൾ പരസ്പരം അറിയാവുന്നവരല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പേരെന്താ പറഞ്ഞേ? ഗിരി. ആ, ഗിരി പറയൂ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അപ്പൊ പാർവതിക്കാണോ പ്രശ്നം? അങ്ങനെ പ്രശ്നമായിട്ടൊന്നും അല്ല മാം. രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇപ്പൊ എന്തിനാ നിങ്ങൾ വേർപിരിയുന്നേ? അത് വേണം മാം. അതിന് കാരണം എന്താന്ന് എനിക്ക് അറിയണ്ടേ? ഒരു കാര്യം ചെയ്യാം, മിസ്റ്റർ ഗിരി കുറച്ച് നേരത്തേക്കൊന്ന് പുറത്തേക്ക് നിൽക്കൂ. ഞാൻ പാർവതിയോട് ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ആ, പറയൂ പാർവതി. ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം. ഡോക്ടറെ വിളിച്ചിട്ട് എന്താണ് കിട്ടാത്തത്? ഡോക്ടർ ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ ആറുവിന് മനസ്സമാധാനമായേനെ. ഇനി വല്ല ആപത്തൊന്നും ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട.